ഇതാണ് കേട്ടാ, ഇത് മുറ്റമാണിത്. എന്താ ഗേറ്റാണ് ആ കാണുന്നത് കേട്ടാ. ഇതിപ്പോ കറക്റ്റ് ഹോളിൽ ഇത്ര വെള്ളമുണ്ട് കേട്ടോ. ഹേ ഗൈസ്, വെൽക്കം ടു വെള്ളപ്പൊക്കം വ്ളോഗ് ഡേ 2. ഇന്ന് നമ്മളെ രണ്ടാമത്തെ ദിവസം കേട്ടോ. ഞാനത് ടെറസിൻ്റെ മേലെയാണ്. ഇതിവിടെ മിലാനോ ഉണ്ട് കേട്ടോ. അവിടെ മിലോ ഹേ ഗൈസ്, എന്താ ഇന്നിപ്പോൾ നമ്മൾ രാവിലെ എണീറ്റപ്പോൾ ഇന്നലത്തേനേക്കാളും വെള്ളം കൂടുതലാണ്. കാരണം ഇന്നലെ ഞാൻ അവസാനം കാണിച്ചു വന്നപ്പോൾ നമ്മുടെ ഹോളിലൊക്കെ ഏകദേശം എനിക്ക് തോന്നുന്നു കുറച്ച് വെള്ളം ഉണ്ടായിരുന്നുള്ളൂ അല്ലേ, ഒരു 3 ഇഞ്ച് അങ്ങനെയൊക്കെ വെള്ളം, 4 ഇഞ്ചൊക്കെ വെള്ളം ഉണ്ടായിരുന്നുള്ളൂ. ഇന്നിപ്പോൾ ഏകദേശം മുട്ടിൻ്റെ മേലെ വെള്ളമുണ്ട് കേട്ടോ. ഇവിടെ നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണുന്നുണ്ട് മുട്ടിൻ്റെ മേലെ ഏകദേശം വെള്ളം ഉണ്ടാവും. അപ്പോൾ ഇപ്പം ഞങ്ങളിനി ഫുഡും കാര്യങ്ങളൊക്കെ, ചായ കുടിച്ച് ലൈറ്റായിട്ട് ചായയും പരിപാടികളൊക്കെ കഴിച്ച് ഇനിയിപ്പോൾ ചിലപ്പോൾ ഉച്ചവരെ ഇവിടെ നിൽക്കും. വന്നിട്ട് ഇവിടുന്ന് ഇനിയിപ്പോൾ ആ മോട്ടറും കൂടെ നമുക്ക് എടുത്ത് വെക്കാനുണ്ട്. നിലവിലൊരു മോട്ടറിൻ്റെ ഇതും കൂടെ ഉള്ളൂ. മോട്ടർ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, കട്ട് ചെയ്തിട്ട് വേണം, പൈപ്പ് കട്ട് ചെയ്തിട്ട് വേണം കയറ്റാൻ. അപ്പോൾ അതിങ്ങനെ മടിച്ചല്ല, അത് റിസ്ക് എടുക്കണ്ട എന്ന് കരുതിയിട്ട്, വെള്ളം അത്രയും വരുന്നുണ്ടെങ്കിൽ മാത്രം കട്ട് ചെയ്യാന്ന് കരുതിയിട്ട്. കാരണം ഇത് ഫിറ്റ് ചെയ്യണമല്ലോ ഇത് കഴിഞ്ഞാൽ വെള്ളം ഇറങ്ങിപ്പോയതിന് ശേഷം. അപ്പോൾ അതുകൊണ്ട് മോട്ടർ തൊട്ട് താഴെയാണ് കേട്ടോ, ഈ ഷീറ്റിൻ്റെ താഴെ ഏകദേശം ആ ഭാഗത്ത്. അപ്പോൾ എന്താ മോട്ടറും കൂടെ എടുത്ത് വെക്കാനുള്ളത് കൊണ്ട് അതുകൂടെ കഴിഞ്ഞതിന് ശേഷം മിക്കവാറും ഞങ്ങൾ ഇവിടുന്ന് പോകാനുള്ള പരിപാടി. കാരണം ഇന്നലെ അടിച്ചു വെച്ചാണ് ടാങ്കിലൊക്കെ വെള്ളം. ആ വെള്ളവും കഴിഞ്ഞ് പിന്നെ ഇൻവെർട്ടറിലാണ് കറണ്ട് ഓടുന്നത്. ബാക്കി മൊത്തം ഇവിടെ ലൈനൊക്കെ ഓഫ് ചെയ്തിരിക്കുകയാണ്. KCBന്ന് അവർ തന്നെ മൊത്തം ഓഫ് ചെയ്താണെന്ന് തോന്നുന്നു. അപ്പോൾ ആ ഇൻവെർട്ടറിലെ ചാർജും തീരുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഇവിടെ നിന്ന് ചാടണം. അല്ലെങ്കിൽ അത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ സ്റ്റേ പോസിബിൾ അല്ല. മാത്രമല്ല തൊട്ടപ്പുറത്തെ വീട്ടിൽ മാത്രമേ ആളുള്ളൂ എന്ന് പറഞ്ഞില്ല, വേറെ എവിടെ ഇല്ല. തോണികളൊക്കെ പോകുന്നുണ്ട് ഇങ്ങനെ. ഓരോരുത്തരിങ്ങനെ ചില ആളുകളിലൊക്കെ വീട്ടിലൊക്കെ നിൽക്കും. കാരണം വീട്ടിൽ നിന്ന് അങ്ങനെ നമുക്ക് പെട്ടെന്ന് പോകാൻ തോന്നില്ല, കാരണം വെള്ളം ഇങ്ങനെ നിൽക്കില്ലേ. ചിലരൊക്കെ ഇവിടെയൊക്കെ തന്നെ നിൽക്കും, അതായത് ആണുങ്ങൾ മാത്രം കേട്ടോ. മെലാനോ അപ്പുറം പോയി ചാടി നിൽക്കല്ലേ. എടീ അങ്ങോട്ട് ചാടിയതല്ലേ, ഇങ്ങോട്ട് വാ 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 ഇങ്ങോട്ട് വാ. ചാടി ഇപ്പുറം ചാടി ഗൈസ്. മിലാനൊക്കെ അങ്ങോട്ട് ചാടിയ പോലെ ഇങ്ങോട്ട് ചാടാൻ അറിയില്ലെന്ന് തോന്നുന്നു. പാവ, ഞാൻ ഇങ്ങോട്ട് വിളിക്കുമ്പോൾ ഇങ്ങോട്ട് വരാൻ വേണ്ടി തുളുമ്പുന്നുണ്ട് ആൾ, പക്ഷെ കഴിയുന്നില്ല. തുളുമ്പല്ലേ, വിതുമ്പല്ലേ. 5 ദിവസം കണ്ടിന്യൂസ് മഴയാണെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ മേലെ എത്തും വെള്ളം. അപ്പോൾ പിന്നെ ഇവിടെ നിന്നൊരു കാര്യമില്ല. അപ്പോൾ നമ്മൾ ഈ എടുത്ത എഫേർട്ടും വൃത്തിയാണ്. കാരണം ഈ സാധനങ്ങൾ മൊത്തം വെള്ളത്തിലാവും. പക്ഷേ അത്ര വരില്ലെന്ന് തോന്നുന്നില്ല, അത്രയും ഇതുവരെ വന്നിട്ടില്ല. പക്ഷെ ആകുള്ളൊരു പ്രശ്നം, ഇൻവെർട്ടർ കിടക്കുന്നത് ഇനിയിപ്പോൾ ഏകദേശം ഒരു 6 അടി 6 അടി ഹൈറ്റിലാണ്. ആ ഹൈറ്റിലേക്ക് വെള്ളം വന്നാൽ പണിയാണ്. ഇൻവെർട്ടർ എടുത്ത് വെക്കാൻ പിന്നെയും വരണം. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും നോക്കട്ടെ കൈസ്, അനിയും വരണം, ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചിട്ട് മോട്ടർ എടുത്ത് വെക്കണം, എന്നിട്ട് പോകാനുള്ള പരിപാടി നോക്കണം. അത് തന്നെ മിക്കവാറും തറവാട്ടിലായിരിക്കും. എന്നിട്ട് ഇനി അവിടെ നിന്നായിരിക്കും ഉച്ചയ്ക്കൊക്കെ ഫുഡും പരിപാടിയൊക്കെ. അതിനിടയിൽ ഞാൻ പറ്റുകയാണെങ്കിൽ വിഷ്വലൊക്കെ കാണിച്ചു തരാം കേട്ടോ, അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങളായിട്ട് ഞാൻ ഇതിൽ പറയാം. അപ്പോൾ ഗൈസ് പോയിട്ട് വരാം. ഗൈസ് ഇതാണ് കേട്ടോ, ഇത് മുറ്റമാണിത്. എന്താ ഗേറ്റാണ് ആ കാണുന്നത് കേട്ടോ. ഗേറ്റിന് ഏകദേശം അത്രയും ഒരു 5 ഇഞ്ച് മാക്സിമം, 5 ഇഞ്ചും കൂടെ കൂടിക്കഴിഞ്ഞാൽ കറക്റ്റ് ഗേറ്റ് മൂടി, മതിൽ കറക്റ്റ് ഫില്ലായിട്ടിരിക്കുക. ഓ, അവിടെ ഏകദേശം 3/4 ഭാഗം വെള്ളം ഉണ്ടാവില്ല അല്ലേ. സിറ്റ് ഔട്ടാണ് കഴിച്ചത്. വണ്ടി അവിടുന്ന് മാറ്റാനാ പള്ളിപ്പാടത്തെ. ഇതിനാവോ? അതല്ല അത് ഇങ്ങോട്ട് അതല്ല ഇനി പെട്ട് വരുമ്പോ ഞാൻ ഇറക്കണ്ടേ? അങ്ങോട്ട് എത്തുവോ? അത് കാറ്റല്ലേ, ഇങ്ങോട്ട് എത്തൂലേ എന്തായാലും.
കോട്ട് മേലെ അത് കുഴപ്പമില്ല. കോട്ടിന്റെ ആയിട്ട് എന്താ കാര്യം? തോട്ടിയാ ചോദിച്ചു. ആ ഇനിയിപ്പോ ഇതെടുക്കാൻ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങണം ഗൈസ്. നോക്കണം ഗൈസ്. ഗൈസ് അങ്ങനെ ഞാനിത് ആ ട്യൂബ് എടുക്കാൻ വേണ്ടിയിട്ട് എന്താ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ഇറങ്ങി ഗൈസ്. കാരണം ഇനിയിപ്പോൾ ഇതും വെച്ചുകൊണ്ട് ഇറങ്ങിയാൽ, ഡ്രസ്സ് ഇട്ടുകൊണ്ട് ഇറങ്ങിയാൽ ഡ്രസ്സ് നന്ദി ഗൈസ്. ഞാൻ കൂടുതൽ പറയാൻ നിൽക്കില്ല, അത് അങ്ങനെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പുറം പോയി കഴിഞ്ഞാൽ അയലേറായുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പോയി എടുത്തിട്ട് വരാം. മഴ ഇവിടുത്തെ മഴയും കുഴപ്പമില്ല. ആനം കിട്ടിയല്ലോ, നമ്മളെ കാര്യം നടന്നല്ലോ ഗൈസ്. ഇതിപ്പോൾ കറക്റ്റ് ഹോളിൽ ഇത്ര വെള്ളമുണ്ട് കേട്ടോ. ഇത് കണ്ട ഏകദേശം എനിക്ക് മുട്ടിൻ്റെ മേലെ വെള്ളമുണ്ട്. അയ്യോ മേലെ തിരികാണ് ചേരുന്നത്. ഇത് എവിടെ നിന്ന് കിട്ടി? അവിടുന്ന് കിട്ടി എടുത്തു പോന്നാ. ആരതാന്ന് അറിയില്ലല്ലേ. ഓ എന്താ പേര്? എക്സ്പ്ലോറർ 200 ആ ഗേറ്റ് തുറക്കാൻ പറ്റും നീ? ഇതിൽ രണ്ടാക്കിയിരുന്നൂടെ? ഇതാ കവറിലിട്ട് നിങ്ങൾ അവിടെ എത്തിയിട്ട് അവിടെ എത്തി കയറിയിട്ടേ കൊടാണെങ്കിൽ അവിടെ നിലത്ത് വെച്ചാൽ നിലത്ത് വെച്ചാൽ അങ്ങോട്ട് മുന്നിൽ വെച്ചാൽ ഓക്കെ. ഞാൻ ഒരു നല്ല വീഴ്ചയാണ് പ്രതീക്ഷിച്ചത്. അതിനാണ് ഞാൻ വന്നത്. ചെല്ലാൻ ഇനിയും ടൈമുണ്ട്. അല്ലേ ഓക്കെ ബൈ. ഓക്കെ അല്ലേ? അങ്ങനെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കറങ്ങാൻ വേണ്ടിട്ട് ഇറങ്ങാൻ. നല്ല മഴയാണ്, ഒടുക്കത്തെ മഴ. ഇല്ലേ ലൈഫ് ജാക്കറ്റൊക്കെ ഉണ്ട്, നമ്മളതൊന്നും ഇട്ടിട്ടില്ല. നിലവിൽ റെയിൻകോട്ട് ഇട്ടിട്ട് ഇറങ്ങിയതാണ്. നല്ല മഴയാണ്. ആ അതിന് അടിയിലോട്ടുണ്ട്. അത് അവിടുന്ന് തരുമോ? അത് കൊടുത്താ പോരാ? നമുക്ക് ആ വൈക്കോ പോല പക്ഷെ അവിടെ പോയത് കാണുള്ളൂ, അതാണ് പ്രശ്നം. എൻ്റെ മോനെ ഗൈസ്, ഇത് പാടം ഉണ്ടോ നമ്മൾ നിൽക്കുന്നത്? കറക്റ്റ് പാടത്താണ്. ഞാൻ വരുന്ന വഴിക്ക്, അതായത് ഇതിന് മുന്നേ വേറൊരു സാധാരണ അതിൻ്റെ വരുമ്പോഴൊക്കെ കാണിക്കുന്ന റൂട്ടാണ്. ഇനി പിന്നെ ഇത് വെള്ളം ഇറങ്ങിയതിന് ശേഷം ഇതിലോ അത് പ്രശ്നമില്ല. കമൻസ് വന്നാലും കുഴപ്പമില്ല. അങ്ങനെ നല്ല വരട്ടെ ഗൈസ്. നല്ല മഴയാണ്. ഈ സാധനമൊക്കെ വെറുതെയാണ്. ഇതുകൊണ്ട് പിന്നെ തൊഴാനറിയില്ല ഗൈസ്. തൊഴാനറിയില്ല. അല്ലടാ അതെന്താ ഒറ്റക്കാണോ പറ്റുമോ? നിങ്ങൾക്ക് ആ സാധനം ഇല്ല. അത് വാണ്ടാറ് നിൽക്കണ ഇവിടെ മറ്റൊരുടെ ഓല അവിടുന്ന് വിളിച്ചില്ല. ഇത് 200 cc വണ്ടി, മുന്നിൽ പോയത് 300 cc വണ്ടിയുണ്ട്. അതിപ്പോ പോയി വാങ്ങിയതാണ്. ഇത് അതാ ഓരോരുന്ന് വാങ്ങാൻ വേണ്ടി പോവാണ് ഇപ്പൊ. ആ പിന്നെ കേറാനൊക്കെ അത്ര പണിയെടുക്കാൻ ഇടിച്ചേണ്ട നീന്.
എന്താ മതിൽമ പോയി കയ്യൊക്കെയല്ല. ചുറ്റും നമുക്ക് ഒന്നാണ്ട് തീരുമാനം വെക്കാം. ഓനെ കവറിലിട്ട് കണ്ടേ വെറുതെ പറയാം. അല്ല അച്ഛൻ ഈ മിലോനായിട്ട് നിൽക്കണ്ടാവോ? ഇല്ല, അച്ഛാണ്ട് പോകുന്നറാ. അപ്പൊ വണ്ടിയോ? അങ്ങനെ നമ്മൾ ഫസ്റ്റ് സ്പോട്ടിൽ എത്തിയിരിക്കണം. സ്പോട്ടൊന്നല്ല, ഇവിടുന്ന് നേരത്തെ പോയ ആ 3 ആൾക്ക് പോകാൻ പറ്റിയ വണ്ടിയില്ലേ, അതെടുത്തിട്ട് പോകാൻ വേണ്ടിട്ടാ കിട്ടിയ. യൂട്യൂബിന് വേണ്ടി അടിയാണ് കൈ. രണ്ടാളോട് ഒരു സ്ഥലത്തേക്ക് തൊഴിന്. വീഡിയോ എടുക്കുന്നത് ഞങ്ങൾ വരുമ്പോൾ ഉള്ളതിനേക്കാൾ വെള്ളം ഇവിടെ അതായത് കൂടുതൽ ഒഴുക്കായിട്ടാണ്. ചിലപ്പോൾ പുഴ മുട്ടിയതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. നല്ല ഒഴുക്കായി, മഴ കൂടുതലാണ്. നോക്കാം ഇനി വരുമ്പോഴേക്കും തൊയ്യാൻ പോലും അറിയില്ല. തൊഴഞ്ഞ് ഞങ്ങള് വീടിന്റെ റോഡിന്റെ ഭാഗത്ത് എത്തിയിട്ടാ. അവിടുന്ന് കാണിച്ചേ, ആ കാണുന്ന വഴിയാണ് നമുക്ക് വീട്ടിലേക്കുള്ള വഴി. അല്ല, എങ്ങോട്ടാ പോണേ? അത് നമ്മുടെ വീട്ടിലേക്ക് വരുന്ന വഴിയുണ്ട്. ഇത് കറക്റ്റ് ഇതൊക്കെ വീടുകളാണ്. വീടുകളുടെ മതിലൊക്കെ മൂടിയുണ്ട്. ആ കാണുന്ന ഒരു ബ്ലാക്ക് ലൈൻ അത് മതിലാണ്. നമുക്കവിടെ പോയാണ് പാക്ക് ചെയ്തേക്കാം. ഇവിടെ ഒന്നും ആരും ഇല്ല. ഇവിടെ വീടുകളിൽ മൊത്തം പോയി. അവിടെ വീടൊക്കെ ഉണ്ടാവില്ലേ മേലത്തെ? അവിടെ ആ മേലെ ഭാഗത്തുള്ള വീടുകളിലുള്ള ആളുകളൊക്കെ മൊത്തം പോയി. ബാക്കി എല്ലാവരും പോയിട്ടുണ്ട്. വെള്ളം കൂടുതലാണ്. അപ്പൊ നമ്മളിത് ഇപ്പൊ അവിടുന്ന് വീട്ടിൽ നിന്ന് എന്താ പറയാ സാധനങ്ങളും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നേരെ ഇവിടെ തറവാട്ടിലേക്ക് വന്നിട്ട് ഇപ്പൊ തറവാട്ടിലാണുള്ളത്. ഇവിടെ വന്നിട്ട് ഫുഡ് കഴിച്ചിട്ട് ഇപ്പൊ ഇങ്ങനെ ഒന്ന് കിടക്കണം. ഇപ്പൊ സമയം ഏകദേശം 5:30 എത്തിയിട്ട് കുറച്ച് നേരം കേട്ടോ, ഒരു 4 മണിയൊക്കെ ആയപ്പോൾ തന്നെ എത്തി. അവിടുന്ന് പിന്നീടുള്ള കാഴ്ചകളൊന്നും കാണിച്ചാൽ പറ്റില്ല. ഞാൻ പിന്നെ ഫോൺ എടുത്ത് വെച്ചിട്ട്, കാരണം നല്ല മഴയും പരിപാടിയൊക്കെ ആയിരുന്നു. ഇനി എങ്ങാനും അതിൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ സീനാവും. അപ്പോൾ അതുകൊണ്ട് പറ്റുന്നിടത്തോളം ഞാൻ ഫുട്ടേജൊക്കെ എടുത്ത്. ഇനിയിപ്പോൾ വെള്ളം ഇപ്പോഴും നിലവിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളെന്തായാലും വീട്ടിലേക്ക് പോകും, ഇങ്ങോട്ട് തറവാട്ടിലേക്ക് പോകുന്നിട്ടുണ്ട്. ഇനിയും കൂടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇനി കുറയുന്ന എന്താണെങ്കിലും ഇനി അങ്ങോട്ട് പോകണം. നാളത്തെ അവസ്ഥയൊക്കെ എന്താ നോക്കട്ടെ. ഇന്നിപ്പോൾ പതുക്കെ കൂടുന്നുള്ളൂ. പക്ഷേ ഇനിയിപ്പോൾ അവിടെ നിൽക്കാൻ പറ്റില്ല. ഒന്നാമത് കറണ്ട് ചിലപ്പോൾ ഇൻവെർട്ടറിലെ ചാർജ് കൂടെയൊക്കെ കഴിഞ്ഞാൽ കറണ്ട് ചിലപ്പോൾ കിട്ടൂല. അതുപോലെ ടാങ്കിലെ വെള്ളം തീർന്നാൽ അതും പോസിബിൾ ആവില്ല. കാരണം കിണറൊക്കെ മൂടി കിടക്കുകയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ വെള്ളം ഇല്ലാത്തതുകൊണ്ടല്ല കേട്ടോ, നല്ല വെള്ളമില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് പോകും തറവാടിന്. പിന്നെ ഇവിടുന്നൊക്കെ ഇങ്ങനെ വിളിക്കുന്നുണ്ട്, അവിടുന്ന് ഞാൻ ചിലപ്പോൾ ഇനിയിപ്പോൾ നേരെ അമ്മയുടെ വീട്ടിലേക്ക് പോകും. അവിടെ ആയിരിക്കും ഞാൻ ചിലപ്പോൾ ഇന്ന്. അപ്പോൾ അത്രയൊക്കെയുള്ളൂ ഗൈസ്. ഇതിൽ എത്രത്തോളം ഫുട്ടേജ് എനിക്ക് കാണിക്കാൻ പറ്റിയെന്ന് അറിയാം. എന്തായാലും അത്രയൊക്കെയുള്ള വിശേഷങ്ങൾ ഇപ്പോൾ അതാണ് നിലവിൽ. ഇനി ഇതിൻ്റെ ബാക്കി ഞാൻ എന്താ പറയുക അവിടേക്ക് പോകുന്നുണ്ടെങ്കിൽ വെള്ളം ഇറങ്ങിയിട്ടാണ് ഞാൻ പോകുന്നതെങ്കിൽ അതിൻ്റെ ക്ലീനിങ്ങും പരിപാടികളും, അല്ലെങ്കിൽ വെള്ളം ഇറങ്ങിയാൽ ഉടനെയുള്ള വീടിൻ്റെ അവസ്ഥ എന്താ എന്നുള്ളതൊക്കെ ഞാൻ കാണിച്ചു തരുന്നു കേട്ടോ. അപ്പോൾ അത്രയുള്ളൂ ഗൈസ്. പുതിയ വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.